ഇന്ന് നമ്മളൊരു ലേഹ്യമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. സോ നമുക്ക് വീഡിയോയിലോട്ട് കിടന്നാലോ. സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എല്ലാവരും. ഇതിൻ്റെ പേര് പ്രത്യേകിച്ച് പേരൊന്നും ഇല്ല കേട്ടോ ഇതിന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിനായിട്ട് കാഷ്നട്ട്, പീനട്ട്, കിസ്മിസ് പിന്നെ ഡേറ്റ്സും കൂടി എടുക്കുക. എന്നിട്ടൊരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് ഗീ ഒഴിക്കുക. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഇവിടുത്തെ ഗീ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം മെയ്ഡ് ഗീ ആണ് കേട്ടോ. ഇത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഈ ഒരു ഗീൻ്റെ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കിസ്മിസ് ഇട്ട് നല്ല രീതിക്ക് ഒന്ന് വഴിച്ചെടുക്കുക. ദെൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് വീർത്ത് കഴിഞ്ഞിട്ട് ഇതിലേക്കൊന്ന് ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക. ഡേറ്റ്സ് നമ്മൾ കുരുകളഞ്ഞ് ഡേറ്റ്സ് ആയിരിക്കും നോട്ട് ഇടേണ്ടത്. അപ്പോൾ അതിൻ്റെ സീഡൊക്കെ കളഞ്ഞ ഡേറ്റ്സ് ഇട്ട് നല്ല രീതിക്ക് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല രീതിക്ക് വഴറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കാഷ്യൂനട്ട്, പീനട്ട് അതൊക്കെ കൂടി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇത് എല്ലാം കൂടി നല്ല ബ്രൗണിഷ് കളർ ആവുന്നവരേക്കും ഇതുപോലെ വഴറ്റിയെടുക്കുക. ഇത് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇതൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. അത് നമ്മൾ ഇതിൽ കാണിക്കുന്നില്ല. ഗ്രൈൻഡ് ചെയ്തെടുക്കുമ്പോൾ അതിൽ എള്ളും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കരിപ്പട്ടി ശർക്കരയാണ് കേട്ടോ, അങ്ങനെയാണ് അതിൻ്റെ പേര്. അപ്പോൾ ശർക്കര ഇടുക. അതിനുശേഷം അതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് കിസ്മിസ് നമ്മൾ വേറെ എടുത്ത് വെച്ചിട്ടുണ്ടായി, അതാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്തെടുക്കുന്നത്. അതിലേക്ക് കുറച്ചും കൂടി ഗീ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എല്ലാം ഹോം മെയ്ഡ് ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ നല്ല നാച്ചുറലും നല്ല ാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മുടെ ആ ഒരു ഐറ്റം ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിലേക്ക് കുറച്ച് എള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ഞാൻ ഡേറ്റ്സ് ഒക്കെ ഇട്ടുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അധികം നല്ല രീതിക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കണമൊന്നുമില്ല, ജസ്റ്റ് ചെറുതായിട്ട് ഗ്രൈൻഡ് ചെയ്താലൊക്കെ മതി കേട്ടോ. എന്നിട്ട് ഇതിനെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.